ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ടാൻ റിമൂവൽ പാക്കായിട്ടാണ്. നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സിലൊക്കെ ഉണ്ടാകുന്ന സണ്ണടിച്ചിട്ടുള്ള ടാൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ടാൻ മാറ്റാനുള്ള റിമൂവൽ പാക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കടലമാവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ് ആവശ്യം. നമുക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പാൽ സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളിലെങ്കിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ടാൻ റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂണോളം കടലമാവാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ്. അത് ഉണക്കി പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വാട്ടറാണ് മിക്സ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ അളവ് പറയുന്നില്ല. അത് നമുക്ക് ഒരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ എത്തണ വരെയുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണോളം വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ഒളിച്ചിറങ്ങാത്തൊരു പരുവത്തിൽ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് കയ്യിലോട്ട് അപ്ലൈ ചെയ്യാം. കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിത് കയ്യിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവാൻ പറ്റും. ഞാനിത് വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ. അത് അത്രയ്ക്കും ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. കടലമാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിനെ നന്നായിട്ട് ബ്രൈറ്റൺ അപ്പ് ആക്കാനും അതുപോലെ തന്നെ ടാൻ മാറ്റാനൊക്കെ ഒരു അടിപൊളി പാക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് നമ്മുടെ പാക്ക് ഇടാത്ത കൈയും അതുപോലെ ഈ പാക്ക് യൂസ് ചെയ്ത കൈയും കൂടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നന്നായിട്ട്, ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഡ്രൈ ആവണമെന്നൊന്നുമില്ല, ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും ഒരു അത്യാവശ്യം ഡ്രൈ ആവും. അപ്പോൾ തന്നെ നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഒരു പാക്ക് ഇട്ട എഫക്റ്റും കൂടെയാണ് കിട്ടുന്നത്. നന്നായിട്ട് ബ്രൈറ്റൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ കൈയിൻ്റെ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് ബ്രൈറ്റൺ അപ്പ് ആയിട്ടുള്ള ഷെയ്ഡും ഒന്ന് വീഡിയോൻ്റെ ഫസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക് യു.